ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിതാ റാഷിൻ്റെ ഒന്നാം സൽക്കാരത്തിന് പോകണം കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. ഞാനും ജൂജു ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ താത്ത കാക്ക പിന്നെ കുഞ്ഞുമോന് എൻ്റെ ഫ്രണ്ട്സുകളും ഉണ്ട്. അപ്പോൾ നമ്മളിതാ പോവാണ്. ഇഷു സ്കൂളിലാണ്. അപ്പോൾ ഓനെ പിക്ക് ചെയ്തിട്ട് പോകണം. ആക്ച്വലി ഞാൻ മഞ്ചേരി ആട്ടോ, മഞ്ചേരി നിന്നാണ് പോണത്. എന്താ പറയുക, കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പം ബാക്കിയുള്ളവരൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വരും. അപ്പോൾ അവരൊക്കെ എത്തിയിട്ട് നമ്മൾ കാരക്കുന്ന് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ക്യാമറേൻ്റെ മുമ്പിൽ ഞാൻ എന്താ കാണിക്കുന്നത് നോക്കണ്ട. ഞാൻ ജസ്റ്റ് ക്യാമറയിൽ ജസ്റ്റ് നോക്കാം കേട്ടോ ഡ്രസ്സും ഒക്കെ. കാണില്ല എൻ്റെ കയ്യിൽ ജൂജുവിൻ്റെ ഡ്രസ്സ് കാണിച്ചെടുക്കല്ലേ. ആണ് ജൂജുവിൻ്റെ ഡ്രസ്സ് ഇല്ലേ, ഈ ഒരു കോട്ട് സെറ്റില്ലേ. ചൂച്ചു കിട്ടേ, അടിപൊളി ചൂച്ചു കിട്ടണേ ജൂജു. ഈ ഒരു വീഡിയോയിൽ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ സൽക്കാരത്തിനൊക്കെ ഒന്നാം സൽക്കാരമൊക്കെ പോകുമ്പം അജക്കൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുമല്ലോ. അപ്പം അതിൻ്റെ വീഡിയോ കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതിന് ഉമ്മച്ചി അന്ന് വന്നിട്ടില്ലായിരുന്നു. അപ്പം ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നത് എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ റാഷി ദിവസം വന്ന സമയത്ത് തലേദിവസം തന്നെ നമ്മൾ സൽക്കാരത്തിൻ്റെ തലേദിവസം പോയിട്ട് ഇവിടെ മഞ്ചേരി ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരു പലഹാര ബേക്കറീൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ ലഡു അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന സംഭവങ്ങളില്ല, മൈസൂർ പാക്ക് ഇതൊക്കെ ഇതാ ഈ ഒരു ബോക്സ് ആക്കിയിട്ടും ബാക്കിയൊക്കെ ഇങ്ങനെ ഇതുപോലെ പാക്കുകളാക്കിയിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ പെട്ടിയിൽ ഇങ്ങനെ അവരെന്നെ റെഡിയാക്കി തരികയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ തന്നെ കെട്ടിയാൽ പിന്നെ നമുക്ക് അത്ര വലിയ റിസ്ക്കും കാര്യങ്ങളൊക്കെ കുറയില്ല. അപ്പം എല്ലാം ഇതാണ്. അപ്പം മഞ്ചേരി സ്വീറ്റ് ലാൻഡാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ മഞ്ചേരിയൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ സ്വീറ്റ് ലാൻഡിൽ നല്ല ടേസ്റ്റുള്ള നല്ല എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള പലഹാരങ്ങളുണ്ടാവും. അപ്പം അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ വയ്യെ കാണാം. ആക്ച്വലി ഞാൻ നല്ല ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ലോഗൊക്കെ ആക്കി എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ എല്ലാം ഫ്ലോപ്പ് ആവലാണ് കേട്ടോ, എന്താണെന്നറിയില്ല. പിന്നെ എന്തായാലും പെട്ട് കിട്ടുന്ന വ്ളോഗൊക്കെ നിങ്ങൾ കണ്ട് ഇനി നമുക്ക് എന്താക്കാം സൽക്കാരത്തിൻ്റെ ദിവസത്തേക്ക് തന്നെ കടന്നു വരാം കേട്ടോ. നമ്മളിതാ കാക്കനും അതായത് താത്തനും ബ്രൂൻ്റെ ഇക്കനെ ഓലൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പം ഓര് വന്ന ശേഷം നമ്മളിതാ വണ്ടി കയറി ഇഷുവിനെ സ്കൂളിൽ പോയിട്ട് പിക്ക് ചെയ്തു. ഇനി ഓൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം അത് ഓന് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ കുറേ വഴിയൊക്കെ തെറ്റിയതായാലും ആനുവിൻ്റെ ഉമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഇരിക്കുന്ന ഫുഡിലേക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നൊക്കെ ട്രൈ ആക്കി. പിന്നെ അതാ ആനുവിനെ കാണിച്ചു തരാം കേട്ടോ. ഇഷും ആനു ഒരുമിച്ചായിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വന്നേക്ക് തന്നെ പിന്നെ വേഗം ഭക്ഷണം കഴിക്കാനിരുന്നൊക്കെയാണ്. അപ്പം അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഡെസേർട്ട് സംഭവങ്ങളൊക്കെ ആക്കിയതാ എല്ലാവരും ഉണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഞാനതാ വോയിസ് കട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുത്തു. അന്ന് കുട്ടികൾ ഒരു വ്യാഴാഴ്ച അങ്ങനെ തോന്നുന്നത്. പക്ഷെ അന്ന് ക്ലസ്റ്റർ മീറ്റിംഗ് അതെന്തോ ഉള്ളതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഐസിനെ കണ്ടില്ലെങ്കിൽ വിഷമം പോലെ പുതിയ ആപ്പിളിനെ കണ്ടില്ലൊക്കെ. പിന്നെ എല്ലാവരും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ ഉമ്മൻ്റെ ഫാമിലീസും ഉപ്പൻ്റെ ഫാമിലീസും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൊറയുടെ ആൽബക്കം റാഷിൻ്റെ ഫ്രണ്ട്സിൽ പിന്നെ റെജിൻ്റെ റിലേറ്റീവ് ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അത്രയ്ക്കുള്ളൂ നമ്മളെ ഈ ഒരു സൽക്കാര ബ്ലോഗ് കേട്ടോ. പിന്നെ അവിടുന്ന് ഞാൻ റാഷിൻ്റെ കൂടെയാണ് കേട്ടോ മഞ്ചേരി വീട്ടിലേക്ക് പോകുന്നു. കുറച്ച് നേരം ഞങ്ങളെല്ലാവരോടെ സംസാരിച്ചൊക്കെ ഇരുന്നു. ആ സമയത്ത് എടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണിട്ടത്. അപ്പോൾ അതാ പിന്നെ 2 ദിവസം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ മൊറയുടെ വീട്ടിലൊക്കെ പോയി റാഷിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് ദിവസം സ്പെൻഡ് ആക്കി കേട്ടോ. അപ്പം നമ്മൾ റെജിൻ്റെ നിലമ്പൂർ പൂക്കോട്ടുംപാട് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ദിവസം റജിയും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ഇവിടെയൊക്കെ പോയി തിരിഞ്ഞ് കുറച്ച് ദിവസം എന്താ പറയുക രസമായിരുന്നു. ഓൻ്റെ റാഷിൻ്റെ കൂടെ എന്താ പറയുക മാക്സിമം കിട്ടുന്ന ടൈമുകൾ നമ്മൾ സ്പെൻഡ് ആക്കി കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും വീഡിയോ വരാൻ നിൽക്കുന്നുണ്ട്. റാഷി ദുബായി പോകുന്ന വീഡിയോ ആയിരിക്കും ഇൻഷാല്ലാ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവരോടും ടാറ്റാ ബൈ.